ഹലോ ഹായ് നമസ്കാരം. മലയാളത്തിൽ ചെയ്ത സിനിമകളൊക്കെ ഹിറ്റാക്കിയിട്ടുള്ള ഒരു സംവിധായകനുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. അതെനിക്ക് ശരിയാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷവും സമാധാനമുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, തിയേറ്റർ ഡംപിങ് എന്ന് പറയുന്ന പരിപാടി ഏകദേശം ഫിനിഷായി എന്നുള്ളതാണ്. അതായത് ആഴ്ചയ്ക്ക് 10ഉം 14ഉം സിനിമകളൊക്കെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്ന ആ രീതി. മറ്റേ OTT കച്ചവടമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രൊഡ്യൂസർമാരെ കൊണ്ട് പണം മുടക്കിച്ച, കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും പ്രേക്ഷകന് പോലും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഉണ്ടാക്കി വിട്ടിട്ടുള്ള സിനിമകൾ, ആ സിനിമകളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്നതെല്ലാം നല്ല സിനിമകളാണ്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നല്ല തിരക്കഥയോടുകൂടിയൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന സിനിമകൾ. അതെനിക്ക് കഴിഞ്ഞ ആഴ്ചത്തെ റിലീസുകളുടെ എണ്ണത്തിലും സിനിമകളുടെ പെർഫോമൻസിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും 10 സിനിമകൾ ഇറക്കിയിട്ട് അതിൽ 2 സിനിമ മാത്രം ആവറേജ് കഷ്ടപ്പെട്ട് ഓടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണല്ലോ 4 പടങ്ങൾ റിലീസ് ചെയ്തിട്ട് അതിൽ 2 സൂപ്പർ ഹിറ്റും ബാക്കി 2 ആവറേജുമായിട്ട് ഓടുന്നത്. ദാറ്റ്സ് ഹാപ്പിനെസ്. ഇനി ഭ്രമയുഗത്തിലേക്ക് വരുമ്പോൾ ആ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മെൻ്റലി ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും എന്നൊരു സജഷൻ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. നമ്മുടെ പഴയ ഐതിഹ്യമാലയിലൊക്കെ ഉള്ളതുപോലത്തെ ഒരു കഥാഗതി, ഡയലോഗുകൾ, പിന്നെ അതിലെ സാരാംശം എന്നൊക്കെ പറയുന്നത് പോലത്തെ അത്തരം കഥകൾക്ക് ആവശ്യമുള്ള ഒരു വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയുന്ന സംഭവമാണ് കാണാൻ പോകുന്നതെന്ന് മനസ്സുകൊണ്ടൊന്ന് പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ കുറേ കൂടി ഈ സിനിമയെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ഒരുപക്ഷെ സഹായിക്കുന്ന ഒരു നോവൽ സജസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാം. കുക്കു FM അവൈലബിൾ ആയിട്ടുള്ള കൃഷ്ണപരുന്ത് എന്ന നോവലാണ്. PV തമ്പി രചിച്ച നോവലാണ്. യക്ഷികളെയും ഗന്ധർവന്മാരെയൊക്കെ വിറപ്പിക്കുന്ന മന്ത്രവാദികളുണ്ടായിരുന്ന പുത്തൂർ തറവാട്, അവിടുത്തെ പുതിയ ജനറേഷനിലെ ഒരു മന്ത്രവാദി കാത്തിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ അവകാശിയാവാൻ പോകുന്ന ആളുകൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങൾ, അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഓഡിയോ ബുക്കാണിത്. കുക്കു FM പുസ്തകം വായിക്കുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റിവെക്കേണ്ടതില്ല. നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ ഒരാൾ നമുക്ക് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ പുസ്തകം അവതരിപ്പിച്ച് തരികയാണ്. നമുക്കിഷ്ടമുള്ള സിനിമാ താരങ്ങളുടെ ശബ്ദത്തിൽ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ശബ്ദത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയൊക്കെ പശ്ചാത്തല സംഗീതം കൂടി ചേർന്നുകൊണ്ട് ഒരു സിനിമാറ്റിക് അനുഭവം തരുന്ന നിരവധി ഓഡിയോ ബുക്കുകൾ കുക്കു FM അവൈലബിൾ ആണ്. ഇപ്പോൾ അവരുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സെയിൽ നടക്കുകയാണ്. വരുന്ന 16-ാം തീയതി വരെയാണ് ഈ സെയിലുള്ളത്. ഓഫർ നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തു കൊടുക്കുകയാണെങ്കിൽ അവരുടെയും പുസ്തകങ്ങളുമായിട്ടുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെടും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, LOVE60 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുക, LOVE60. കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ. മേക്ക് എവറി മിനിറ്റ് മാറ്റർ. ഇനി ഭ്രമയുഗത്തിലേക്ക്. നമ്മൾ പതിവായി ചെയ്യുന്ന പോസിറ്റീവ് നെഗറ്റീവ് പരിപാടിയിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് കുറേ താങ്ക്സ് പറച്ചിലുകളാണുള്ളത്. പക്ഷേ അത് മുഴുവൻ കേൾക്കാൻ ക്ഷമയില്ല എന്നാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഫസ്റ്റ് ഹാഫ് വളരെ പ്ലെയിൻ ആയിട്ടുള്ള, ഞാൻ ട്രെയിലർ ഡീകോഡ് ചെയ്തപ്പോഴും എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഫീൽ ചെയ്ത ഒരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു സ്റ്റോറി ലൈനാണ്. അവിടെ നമ്മൾ ആഖ്യാനം ശ്രദ്ധിക്കും, അതായത് കഥ പറച്ചിൽ രീതി നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ 1-2 കുഞ്ഞ് സാധനങ്ങളുണ്ട്, പിന്നെ പെർഫോമൻസുകളുണ്ട്. ഇതിലാണ് നമ്മൾ ശരിക്കും ഇൻവോൾവ് ആയിട്ടിരിക്കുക. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴാണ് സാധനം വേറെ ലെവലിലേക്ക് മാറുന്നത്. അതിൻ്റെ ട്വിസ്റ്റുകൾ കൊണ്ടുവരുന്നത്, വിഷ്വലി അവർ ചെയ്തിരിക്കുന്നത്, പെർഫോമൻസുകൾ വേറെ ലെവലിലേക്ക് എത്തുന്നത്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ സെക്കൻഡ് ഹാഫിലാണ്. എന്നെ സംബന്ധിച്ച്, എന്നിലെ പ്രേക്ഷകനെ സംബന്ധിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന എക്സ്പീരിയൻസിനും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും ബാക്കി എല്ലാ പരിപാടികൾ കൊണ്ടും വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. എന്നാൽ അതേസമയം ഇതെല്ലാവർക്കും ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോ എന്ന് പറയാൻ തോന്നുന്നൊരു സിനിമയല്ല. ഇതിനൊരു എക്സ്പെരിമെൻ്റൽ വാല്യൂ ഉണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുകൂടി തയ്യാറെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ആദ്യത്തെ നന്ദി പറയാനുള്ളത് ഈ സിനിമയുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. എന്ന് വെച്ചാൽ ആ വിഷ്വലിൽ നമ്മൾ കാണുന്ന മറ്റേ ചട്ടിങ്കലം എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങൾ, പിന്നെ മന്ത്രവാദ പരിപാടികൾ, അതിനൊക്കെ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് മാത്രമല്ല, അവർ എത്ര കൃത്യതയോടെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മറ്റേ ചുവന്ന കളർ, മഞ്ഞ കളർ മന്ത്രവാദ പരിപാടികൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെ വിഷ്വലി പൊലിപ്പിച്ച് വെക്കാനുള്ള പരിപാടികളൊന്നുമില്ല. നിങ്ങൾക്ക് ആകെ 2 കളറേ ഉള്ളൂ. ആ 2 കളറിൽ ഈ പറയുന്ന ഭീകരത നിങ്ങൾ കാണിക്കണം. പിന്നെ ആ മനയുടെ ഒരു അവസ്ഥ നിങ്ങൾ കാണിക്കണം. അതിൻ്റെ കാലപ്പഴക്കം നിങ്ങൾ കാണിക്കണം. അതുപോലെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെ തന്നെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പറയണം. ഇവരുടെ സമയം മുന്നോട്ട് പോകുന്നതിനെ കാണിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ വിഷ്വലി കൃത്യമായി പ്ലേസ് ചെയ്തുകൊണ്ട് പോകുന്ന ആ രീതി ഉണ്ടല്ലോ, അതിനൊരു വലിയ കയ്യടിയുണ്ട്. ഞാൻ സിനിമ കഴിഞ്ഞപ്പോൾ ഇതിലെ ക്രെഡിറ്റ്സ് മുഴുവൻ തീരുന്നവരെ തിയേറ്ററിലിരുന്നു. കാര്യം ഈ സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും അത് അർഹിക്കുന്നുണ്ട്. തിയേറ്ററിൽ നമ്മളിരുന്ന് അത് കാണുക എന്നുള്ളത്. ജ്യോതിഷ് ശങ്കറാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ എന്നാണ് ക്രെഡിറ്റ്സിൽ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ഓൾ ടീമും, ഇത് ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കുന്ന കേസൊന്നുമല്ല.
ഇത് മൊത്തം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് എക്സ്പീരിയൻസ് വേറെ ലെവലാക്കിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സെറ്റിട്ടിട്ടാണ് ചെയ്തത്. അതെങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഈ പല ഇംഗ്ലീഷ് സിനിമകളുടെയും BTS വീഡിയോസൊക്കെ കാണുന്നുണ്ട്, നമുക്കൊരു ഐഡിയ ഒക്കെ ഉണ്ട്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത് അത്രയും ബിലീവബിളായിട്ട് കൊണ്ടെത്തിച്ചിട്ടുണ്ടല്ലോ, അത് അടിപൊളിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള ഒറ്റ വാക്കിൽ ഉദ്ദേശിക്കുന്നത് ഒരുപാട് എലമെൻറ്റുകളാണ്. അത് ചിലപ്പോൾ എൻ്റെ സിനിമയെക്കുറിച്ചുള്ള പരിജ്ഞാനക്കുറവ് കൊണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ വിഷ്വലിൽ നമ്മൾ കണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും അടുക്കി പെറുക്കി വെച്ചിട്ടുള്ള ഒരു കാർഡ്ബോർഡ് കത്രിക കൊണ്ട് മുറിച്ചിട്ടുള്ള ആൾ വരെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. രണ്ടാമത് നന്ദി പറയാനുള്ളത് ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസിനാണ്. കാര്യം ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ തോന്നിയാൽ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ വലിച്ചിടും. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ദിസ് ഈസ് നോട്ട് ട്രൂ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് വേറൊരു സാധനമാണ്. കൃത്യമായ ലൈറ്റിങ്ങോടുകൂടി, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി, എവിടെയാണ് നമുക്ക് ഡാർക്ക് ഷെയ്ഡ് വരേണ്ടത്, എവിടെയാണ് ഇതിൽ ലൈറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അത് കാലേ കൂട്ടി പ്രിപ്പയർഡായി ഷൂട്ട് ചെയ്താൽ മാത്രം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എഫക്റ്റാണ് ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. വൺ ഓഫ് എ കൈൻഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഒന്ന് നമുക്കിപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പാസ്റ്റ് സീക്വൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷേ ഒരു ത്രൂ ഔട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടെത്തിക്കുന്നത് പോലത്തെ ഒരു കാര്യമാണ്. അതായത് ഈ ലയിച്ചിരുന്ന് കാണുക എന്ന് പറയില്ലേ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു ഐതിഹ്യമാലയിലെ കഥയുടെ സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്വഭാവത്തിനെ ഏറ്റവും നന്നായി നമ്മളിലേക്ക് എത്തിക്കുക. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കഥയാണ്, അത് ഇങ്ങനൊരു കാലത്താണ് നടക്കുന്നത്. പിന്നെ ആരോ പ്രായമുള്ള ഒരാൾ ഇത് പറഞ്ഞു തരുന്നത് പോലെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വളരെയധികം ഇൻവോൾവ് ചെയ്ത് കാണാൻ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതിൻ്റെ DOP കുറിച്ച് പറയണം. ഷെഹ്നാദ് ജലാൽ ആൻഡ് ഇതിൻ്റെ DI ചെയ്തിരിക്കുന്ന ലിജു പ്രഭാകർ. ഞാൻ ഇവരുടെയൊക്കെ പേര് പറയുന്നത് എനിക്ക് അത്രയും നല്ല എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിൽ പോസിറ്റീവ്സ് പറയുന്നതിനേക്കാൾ താങ്ക്സ് പറയുന്നത്. മൂന്നാമത്തെ താങ്ക്സ് അത് ഇതിലെ പെർഫോമൻസുകൾക്കാണ്. ഞാൻ മമ്മൂക്കയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് തുടങ്ങണോ, അർജുൻ അശോകനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് തുടങ്ങണോ, അതോ സിദ്ധാർത്ഥ് ഭരതനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് തുടങ്ങണോ? എനിക്ക് തോന്നുന്നു മമ്മൂക്കയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പുള്ളിയാണല്ലോ ഇതിൻ്റെ തുടക്കം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയാണല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അങ്ങേരുണ്ടല്ലോ അറുമതിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മമ്മൂക്കയെ പോലൊരാൾ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ തയ്യാറായി എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്യാൻ തൽക്കാലം ഇവിടെ അങ്ങേര് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല മറുപടി. അത്രമേൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരക്ടറിൻ്റെ സ്പോയിലർ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പെറുക്കി പറഞ്ഞേനെ. അത്രയും സാധനങ്ങൾ പറയാനുണ്ട്. പുള്ളി ഓരോ ടേക്കിലും ഞെട്ടിച്ചിട്ടുണ്ട് എന്നിവർ ഇൻ്റർവ്യൂസിലൊക്കെ വന്നിരുന്ന് പറഞ്ഞത് തള്ളല്ല മക്കളെ, സത്യമാണ്. നമ്മൾ തുടക്കത്തിൽ കാണുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഗ്രാജുവലി നമ്മുടെ മുന്നിൽ ഇങ്ങനെ അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതിൻ്റെ ഒരു സ്കെയിലുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കിളി പറന്നു പോകുന്ന പോലത്തെ ഒരു സാധനമുണ്ട്. അതും കൂടി കണ്ടു കഴിയുമുണ്ടല്ലോ, അയ്യോ ഇങ്ങേര് ഈ ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത് എളുപ്പമല്ല. ഇപ്പം നമ്മുടെയൊക്കെ അടുത്ത് ഇതുപോലൊരു കഥ ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കഥാപാത്രത്തിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിൽ അത് ഈസിയാണല്ലോ, അത് അത്രയൊക്കെ ചെയ്താൽ മതിയല്ലോ, ഇത്ര എക്സ്പ്രഷനൊക്കെ ഇട്ടാൽ പോരെ എന്ന് വേണമെങ്കിൽ ഒരു ബുദ്ധിയില്ലായ്മയുടെ പുറത്ത് ചിന്തിക്കാം. അതല്ല, അഭിനയ സാധ്യതകളും ഈ കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകളും അറിയുന്ന ഒരാളാണെങ്കിൽ എൻ്റെ മോനെ അത് ഇച്ചിരി ടഫാണല്ലോ, അത് പിടിക്കണോ എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. കാര്യം ഒരു പോയിൻ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഓവർ ആക്ടിങ്ങാണ്. ഒരു പോയിൻ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒത്തില്ല എന്നായിപ്പോൾ അതിനെ കറക്റ്റ് സ്കെയിലിൽ അങ്ങേര് ഡെലിവറി ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക പൊളിച്ച്. പിന്നെ പറയേണ്ടത് അർജുൻ അശോകനെയാണ്. അർജുൻ അശോകൻ മമ്മൂക്കയുമായിട്ട് കോമ്പിനേഷൻ വരുന്ന, സിദ്ധാർത്ഥ് ഭരതനും മമ്മൂക്കയും അർജുൻ അശോകനും കൂടി വരുന്ന കോമ്പിനേഷൻ സീക്വൻസുകളിൽ പലയിടങ്ങളിലും എനിക്ക് തുടക്കത്തിൽ അർജുൻ അശോകൻ അങ്ങോട്ട് എത്തുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവലി ഈ ക്യാരക്ടർ നമുക്കിങ്ങനെ രജിസ്റ്റർ ആയി വരില്ലേ, അപ്പോൾ അയാൾ പെർഫെക്റ്റ് ആയിരുന്നു. അതായത് അയാളിൽ നിന്നൊന്നും എടുത്ത് മാറ്റാനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. ഫസ്റ്റ് മറ്റേ പൂമണി മാളിക പാട്ടൊക്കെ പുള്ളി പാടുമ്പോൾ എനിക്ക് അങ്ങോട്ട് സെറ്റാവുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മുഴുവൻ മാറുന്ന രീതിയിൽ ഈ ഒരു ട്രാൻസിഷനൊക്കെ ഉണ്ട് ഈ ക്യാരക്ടറിൻ്റെ, പ്രത്യേകിച്ച് ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അത് അയാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയിൽ എനിക്ക് പുകഴ്ത്താൻ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജാണ്. അതായത് മൊത്തത്തിൽ ഒരു കുഞ്ഞ് ഇങ്ങനത്തെ ഒരു ഭാവത്തിലാണ് പുള്ളിയുടെ ടോട്ടൽ ബോഡി ലാംഗ്വേജ് സിനിമയിൽ ഒരു പ്രധാന സ്ഥലം വരെ നമ്മൾ കാണുന്നത്. അതിൻ്റെ കാരണം ആ കാലഘട്ടത്തിലെ ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ ജനിച്ച അന്ന് മുതൽ അങ്ങനെ നിൽക്കാൻ ട്രെയിൻഡാണ്, അങ്ങനെ നിന്നേ പറ്റൂ. അങ്ങനെ ഒരാൾ അയാളുടെ ബോഡി ലാംഗ്വേജ് ഇതാണ്. അയാൾ ഇങ്ങനെ നടക്കൂ, ഇങ്ങനെ ഓടൂ, ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു സാധനത്തിൽ കയറി പിടിക്കുള്ളൂ, ഇങ്ങനെ ഡയലോഗ് പറയുള്ളൂ എന്ന് പറയുന്ന പെർഫെക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അയാൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് സിദ്ധാർത്ഥ് ഭരതൻ. മമ്മൂക്കയേക്കാൾ കൂടുതൽ ഈ സിനിമയിൽ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ അത് സിദ്ധാർത്ഥ് ഭരതനാണ്. അയാളാണ് ഈ സിനിമയിലെ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ഐറ്റം എന്ന് പറയുന്നത്. കാരണം
ഇതിലെ ഒരു പെർട്ടിക്കുലർ, അതായത് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേക്കും ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചത്, ഇതാണ് ഇതിലെ ട്വിസ്റ്റ്. സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടർ ഇതാണ്, അത് തന്നെ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് മുഴുവൻ എടുത്ത് മറിച്ച് കളഞ്ഞു. ആൻഡ് ഇയാളുടെ ക്യാരക്ടറിൻ്റെ അനാവരണ പരിപാടികളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അയാൾ വേറെ റേഞ്ചിലേക്ക് മാറുന്നുണ്ട്. അയ്യോ, എന്ത് രസമായിട്ടാണ് സിദ്ധാർത്ഥ് ഭരതൻ അത് ചെയ്തിരിക്കുന്നത്. അണ്ണ അടിപൊളി. ഇനി താങ്ക്സ് പറയാനുള്ളത് ഇതിൻ്റെ പശ്ചാത്തല സംഗീതത്തിനാണ്, അല്ലെങ്കിൽ ഇതിലെ പാട്ടുകൾക്കാണ്. ഇതിൻ്റെ ടോട്ടൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിസ്റ്റോ സേവ്യർ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഓരോ സീക്വൻസിലും, പ്രത്യേകിച്ച് ഇതിലെ വളരെ പ്രധാനപ്പെട്ട, എന്ത് പറഞ്ഞാലും സ്പോയിലറായി പോകുമല്ലോ, അതാണ് എൻ്റെ സങ്കടം. അത്രയും പ്രധാനപ്പെട്ട ഒരുപാട് സീക്വൻസുകളുണ്ട്, അടിപൊളിയായിരുന്നു. ആൻഡ് ഈ സിനിമയുടെ എൻ ക്രെഡിറ്റ്സ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ മറ്റേ ദാവനം ദേവനം ആ സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, അത് ഭയങ്കര ഫീലാണ്. പടം കഴിഞ്ഞിട്ട് ഇതിലെ മ്യൂസിക് പരിപാടികളൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ തിയേറ്റർ ടു വീട് ബൈക്ക് ഓടിച്ച് വരുമ്പോൾ ഇതിലെ ട്യൂണൊക്കെ എൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും ഗംഭീരമായി ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് കറക്റ്റായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അടുത്ത താങ്ക്സ് പോകുന്നത് ഇതിലെ ഡയലോഗുകൾക്കാണ്. ടി.ഡി. രാമകൃഷ്ണൻ, അദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ എന്തു പറഞ്ഞാലും വേണ്ടടേ നീ പറയണ്ട എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ തോന്നും. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉള്ള മനുഷ്യനാണ്. അതിൻ്റെ എല്ലാ തിളക്കവും നമുക്കിവിടെ കാണാൻ പറ്റും. ആ കാലഘട്ടത്തിന്, ആ കഥാപാത്രങ്ങൾക്ക് ഇതാണ് ഡയലോഗുകൾ. അത് അത്രയും രസമായിട്ട് വന്നിട്ടുണ്ട്. അത് ഇവരൊക്കെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്കതിൽ കുറേയും കൂടി കൂടുതൽ ഇഷ്ടപ്പെടാൻ കാര്യം. പക്ഷേ തിയേറ്ററിലൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൻ്റ് അടിക്കാൻ വേണ്ടി മാത്രം അതിൻ്റെ അകത്ത് കയറി ഒരു 3-4 എണ്ണം ഉണ്ടായിരുന്നു. കറക്റ്റ് എൻ്റെ പുറകിൽ വന്നിരുന്നു. അപ്പോൾ ഇതിലെ പല ഡയലോഗുകളും ആ കാലഘട്ടത്തിനെ കൂടി ചേർത്ത് വായിച്ചു കഴിഞ്ഞാലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. ഇവർ ഈ ടൈം ട്രാവൽ എന്നൊക്കെ കേട്ടിട്ട് ഏതോ MCUവിൻ്റെ പടം കാണാൻ വേണ്ടി വന്നതായിരുന്നു തോന്നുന്നു. അത് കിട്ടാഞ്ഞുകൊണ്ടായിരിക്കും അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കമൻറ്റ് പറയുന്നുണ്ടായിരുന്നു. ഒരു വട്ടം എനിക്ക് സഹി കേട്ട് ബ്രോ ഒന്നും മിണ്ടാതിരിക്കൂ എന്ന് പറയേണ്ടി വന്നു. അങ്ങനത്തെ കുറച്ച് കടന്നലുകളില്ലാത്ത ഒരു തിയേറ്ററിൽ നിങ്ങൾക്ക് ഈ പടം കാണാൻ പറ്റുകയാണെങ്കിൽ ഡയലോഗുകൾ കുറേയും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. മറ്റൊരു താങ്ക്സ് പറയേണ്ടത്, ഇതിലൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കഥയാണ്. നമ്മൾ ഈ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ അമ്മൂമ്മമാർ, അപ്പൂപ്പന്മാർ, അമ്മാവന്മാർ നമ്മളെ പേടിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ള കഥകളിലൊക്കെ കണ്ടിട്ടുള്ള വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കഥയാണിത്. ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇതിനെക്കുറിച്ച് ആരും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ആൻഡ് ഈ സിനിമയിലൂടെ പറഞ്ഞ പൊളിറ്റിക്സിന്, കാലഘട്ടവും കാലഘട്ടത്തിന് അതീതവുമായ കണക്ഷനുകൾക്ക് ഒക്കെ ഒരു താങ്ക്സ് പറയേണ്ടതുണ്ട്. സിനിമയുടെ സ്പോയിലറും കൂടി ഉൾപ്പെടുത്തി പറയാവുന്ന ഒരു സമയമാവുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ തോന്നുന്നു. മനസാക്ഷിയില്ലാത്ത, മജ്ജയും മാംസവുമുള്ള നമുക്കിടയിൽ ജീവിക്കുന്ന അത്രേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഒരു വലിയ താങ്ക്സ്. ആൻഡ് ഈ പറഞ്ഞ എല്ലാ താങ്ക്സിനും എല്ലാവർക്കും കൊടുത്തിട്ടുള്ള നന്ദികൾക്കും ഒരുപോലെ അവകാശിയായിട്ടുള്ള ഒരാൾ ഇതിൻ്റെ സംവിധായകനാണ്, രാഹുൽ സദാശിവനാണ്. ഈ സിനിമ എന്നെ സംബന്ധിച്ച് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വളരെ സാറ്റിസ്ഫൈഡുമാണ്. ഇനി ഇതിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡയലോഗ് വരുന്ന സ്ഥലത്തൊക്കെ ഈ മ്യൂസിക് ഡയലോഗിനെ ഒന്ന് ഓവർടേക്ക് ചെയ്യുന്നതായിട്ട് തോന്നി. അതായത് മ്യൂസിക് ഇങ്ങനെ നിൽക്കുകയാണ്, ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഡയലോഗ് പോയിട്ട് മ്യൂസിക് ഡൗൺ ചെയ്യുമ്പോഴാണ് ഡയലോഗ് ക്ലിയർ ആയിട്ട് വരുന്നത്. അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ തോന്നി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറച്ച് ദിവസം കഴിഞ്ഞ് ഫാമിലിക്ക് ഏറ്റെടുക്കാനുള്ളൊരു സിനിമയല്ല ഇത് ഭ്രാന്തന്മാർക്കുള്ള സിനിമയാണ്. ഭ്രാന്തന്മാർക്കുള്ള സിനിമ. അത് കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിൽ ഫാമിലിക്ക് കൊടുക്കാമെന്നേ ഉള്ളൂ. എൻ്റെ ഏറ്റവും ആദ്യം പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ്, ഇത് കാണാൻ നമ്മളൊന്ന് മനസ്സിനെ പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ ഇൻ്റർവെൽ ഇല്ലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഇനി ചാത്തനും യക്ഷിക്കും ഒക്കെ ഉള്ളത് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.